ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ? ഇച്ചിരി തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കുറെ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയും ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്തിട്ട് വീണ്ടും നല്ലൊരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ മുന്നേ ഉള്ള ഒരുപാട് വീഡിയോസും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ആ വീഡിയോയും നിങ്ങൾ ചെന്ന് കാണാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലാറ്റ്യൂനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ കുറെ പ്ലാറ്റ്യൂനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ നമ്മുടെ ഇതിൽ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ആണ്. എന്താണ് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്ന് അറിയോ? നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയില് നമ്മുടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു ടൈമില്, ഒരു 2 to 5 kg വരെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമില് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആയി പോകുന്ന ഒരു അവസ്ഥ. പിന്നീട് അങ്ങോട്ട് നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് എത്ര വർക്കൗട്ട് ചെയ്തിട്ടും എത്ര ഡയറ്റ് പ്ലാൻ മുന്നോട്ടേക്ക് ഫോളോ ചെയ്തിട്ടും പിന്നീട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് യാതൊരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കില്ല. അങ്ങനെ നമ്മുടെ വെയിറ്റ് അവിടെ സ്റ്റക്ക് ആയി പോവുകയാണ്. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും കടന്നു പോയിട്ടുണ്ടാവുക. ചില ആൾക്കാർ എന്താക്കും, ഈ ഒരു ടൈം എത്തുമ്പോൾ അവിടെ വെച്ച് അങ്ങ് വർക്കൗട്ടും സ്റ്റോപ്പ് ചെയ്യും, നിങ്ങളുടെ ഡയറ്റ് പ്ലാനും സ്റ്റോപ്പ് ചെയ്യും, നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്ന കാര്യയെ നിങ്ങൾ അങ്ങ് മറക്കും. എന്നിട്ട് ഇത്രയേ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആവുള്ളൂ, ഇനി അങ്ങോട്ടേക്ക് എത്ര എഫേർട്ട് എടുത്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ ദുഃഖിച്ചിരിക്കും. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം, അതായത് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്നുള്ളത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ബോഡി വെയിറ്റിൽ യാതൊരു മാറ്റവും ഇല്ലാണ്ട് ബോഡി വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. ഇത് ഓൾമോസ്റ്റ് 8 ആഴ്ച തൊട്ടിട്ട് 12 ആഴ്ച വരെ നീണ്ടു നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അവസ്ഥയിലേക്ക് എത്താണ്ട് മാക്സിമം നമ്മളുടെ വർക്കൗട്ട് പ്ലാനും നമ്മുടെ ഡയറ്റ് പ്ലാനും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ തുടക്കത്തിലേ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധി വരെ ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ മറികടന്നിട്ടുള്ള ബാക്കിയുള്ള വെയിറ്റ് ലോസ് ജേണിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ വരുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇത് കേൾക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോ ഒരു ഡയറ്റ് പ്ലാൻ നമ്മുടെ ട്രെയിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡയറ്റീഷ്യൻ ആയിക്കോട്ടെ നമുക്കൊരു ഒരു ഡയറ്റ് പ്ലാൻ തന്നിട്ടുണ്ടാവും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഡയറ്റ് പ്ലാനിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കേണ്ട കാർബ്, ഫാറ്റ്, അതേപോലെ പ്രോട്ടീൻസ് ഒക്കെ എത്രത്തോളം പെർസെന്റേജ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാർബ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെയാണ് കാർബും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അതുവരെ എടുത്തിരിക്കുന്ന കാർബിന്റെ അളവ് കുറയ്ക്കാനുള്ള ടൈമായി. അതായത് ഇനിയും അതേ അളവിൽ തന്നെ നിങ്ങൾ കാർബ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഫുഡില് നിങ്ങൾ കൂടുതലായിട്ട് ഇനിയും പ്രോട്ടീൻസ് ആഡ് ചെയ്യാനുണ്ട്. അതേപോലെ ഫാറ്റ്, നാച്ചുറൽ ഫാറ്റ് ആഡ് ചെയ്യാനുള്ള ടൈമായി. നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടണം, കാർബിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കണം, അതായത് കട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ പകുതിയാക്കിയിട്ട് വീണ്ടും കാർബ് കട്ട് ചെയ്യുക, പ്രോട്ടീൻസ് കൂട്ടുക, നാച്ചുറൽ ഫാറ്റിന്റെ അളവ് കൂട്ടുക. ഇങ്ങനെ നിങ്ങളുടെ ഒരു ഫുഡ് ചാർട്ട് മാറ്റുക. അതേപോലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ട് ഇന്റൻസിറ്റിയും ഫ്രീക്വൻസിയും കൂട്ടാനുള്ള ടൈമായി. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ മോർണിംഗ് ഒരു 45 മിനിറ്റ്സ് മാത്രമായിരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ മോർണിംഗ് ഒരു 1 അവറും അതേപോലെ തന്നെ ഈവനിങ്ങും ഒരു 1 അവറോ ഇല്ലെങ്കിൽ മിനിമം ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. ഇത് ടൈം മാത്രമല്ല, നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിന്റെ മെത്തേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇതുവരെ നിങ്ങളൊരു ലോ ഇന്റൻസിറ്റി വർക്കൗട്ട് ആണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനി തൊട്ട് നിങ്ങൾ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിലേക്ക് മാറണം. നിങ്ങൾ മാക്സിമം ബോഡി വർക്കൗട്ട് ചെയ്യിച്ചിട്ട് തന്നെ നിങ്ങളുടെ ഫാറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരിക. അതായത് നിങ്ങൾക്ക് നല്ല രീതിക്ക് എയറോബിക് വർക്കൗട്ടുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോർ വർക്കൗട്ട് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതും അല്ലെങ്കിൽ മോർണിംഗ് ഒരു 1 അവർ നിങ്ങൾ ഫ്രീ എക്സസൈസ് ചെയ്യുക, ഈവനിങ് നിങ്ങൾ സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ എന്താണോ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ ബോഡിക്ക് എക്സ്ട്രാ പണി കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ട്രാക്ക് ചെയ്യുക, നിങ്ങളുടെ ഫുഡ് ട്രാക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൽ എത്രത്തോളം നിങ്ങൾ ഫാറ്റ്, പ്രോട്ടീൻസ്, കാർബ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്
അതേപോലെ വാട്ടർ, ഇതൊക്കെ എത്രത്തോളം ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ട്രാക്ക് ചെയ്യുക. അതായത് ഒരു ഡേ ഫുള്ള് നിങ്ങൾ ട്രാക്ക് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാല് നിങ്ങളുടെ ഫുഡിലായിക്കോട്ടെ, നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ കട്ട് ചെയ്യുക. അതായത് ചില ആൾക്കാര് ഡയറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചെറിയ രീതിക്ക് ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇനിയും നിങ്ങൾ ഇതേപോലെ ആൽക്കഹോളും കൂടി കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് അവിടെ വെച്ച് കട്ട് ചെയ്യാനുള്ള ടൈമായി. കാരണം ഇത്തരത്തിലുള്ള ബീവറേജസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുമ്പോൾ പിന്നീട് അവിടുന്ന് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വെയിറ്റ് ലോസും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോണില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഉറക്കം. നിങ്ങൾക്ക് സ്ലീപ്പിംഗ് മസ്റ്റ് ആയിട്ട് തന്നെ ഒരു 8 hours നിങ്ങൾ ഉറങ്ങണം. ഇത് മേ ബി നിങ്ങൾ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ കൊണ്ടോ ഇല്ലെങ്കിൽ വീട്ടിലെ ചില സിറ്റുവേഷൻ കൊണ്ടോ ചിലപ്പോൾ നിങ്ങൾ 6 മണിക്കൂറൊക്കെ മാത്രം ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഈ 6 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വെയിറ്റ് ലോസ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ ഡയറ്റും വർക്കൗട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ, അതായത് ഈ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ സ്ലീപ്പിംഗ് 8 മണിക്കൂർ എന്നുള്ളത് തന്നെ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് പോവാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഫാസ്റ്റിംഗ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുക. അതായത് 16 to 8 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുക. ഇതും അല്ലെങ്കിൽ 20:4 എന്ന രീതിക്കുള്ള ഫാസ്റ്റിംഗ് എടുക്കുക. ഇനി ഇതും അല്ലെങ്കിൽ മോർണിംഗ് ഫുഡ് കഴിക്കുക, നിങ്ങൾ ബാക്കിയുള്ള ടൈമൊക്കെ ഫുഡ് കട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത ഫുഡ് എടുക്കേണ്ടത് ഈവനിങ്, അതും 7ന്റെ ഉള്ളിൽ നിങ്ങൾ, അതായത് 7 o'clock ഉള്ളിൽ നിങ്ങൾ ആ ഫുഡ് എടുക്കുക. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫാസ്റ്റിംഗ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇനി നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും, ഇത്ര കാർബ് ഇത്ര പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ്. ആ ഡയറ്റ് പ്ലാനെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. പറ്റുകയാണെങ്കിൽ വേറെ യാതൊരു രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1 week കീറ്റോ ഡയറ്റിലേക്ക് മാറുക. ഇങ്ങനെ നിങ്ങളുടെ ഡയറ്റ് പ്ലാനും നിങ്ങളുടെ വർക്കൗട്ടും ചേഞ്ച് ചെയ്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂന്ന് നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്ത വർക്കൗട്ട് റെഗുലർ ആയിരിക്കും, ഇതുവരെ ചെയ്ത ഡയറ്റ് പ്ലാൻ റെഗുലർ ആയിരിക്കും, പക്ഷെ പിന്നീട് അങ്ങോട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പോണില്ല. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ ഫുഡിൽ നിന്ന് നിങ്ങൾ കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യണം. അതായത് കാർബിന്റെ ക്വാണ്ടിറ്റി കുറച്ച് പ്രോട്ടീൻസും ഫാറ്റും നിങ്ങൾ കൂട്ടുക. പിന്നെ നിങ്ങളുടെ ഹോൾ ഡേ ഉള്ള എല്ലാ ഫുഡിലും, അതായത് മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എല്ലാത്തിനും നിങ്ങൾ മാക്സിമം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 മുതൽ 12 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു 8 മുതൽ 12 ആഴ്ച എന്നുള്ളത് നിങ്ങളൊരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ കണ്ടു തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും അല്ല കേട്ടോ, നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ, അതായത് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ട്രെസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ വെയിറ്റ് അവിടെ സ്റ്റക്ക് ആവും. അപ്പൊ ആ സ്ട്രെസ്സിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, നല്ല വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതിനെ ഓവർകം ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? വീണ്ടും ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണാം. ബൈ ബൈ.